വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഡിസംബർ 6 തീയതിയാണ്. നാളെ ഡിസംബർ 7 എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ. അപ്പം നമ്മള് രാത്രി 12 മണിക്ക് ആസ് യൂഷ്വൽ നമ്മൾ ഈ ടൈമിൽ തന്നെയാണ് എല്ലാവരും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറ്. അപ്പം പ്രാവശ്യം നമ്മൾ വിചാരിച്ച് പിള്ളേര് കിടന്ന് ഉറങ്ങും എന്നുള്ളത്. പക്ഷെ നമ്മുടെ വിചാരങ്ങളൊക്കെ വൃത്തിയായിരുന്നു. 4 അവിടെ ഉറങ്ങാണ്ടിരിക്കണ്ടേ. ഇപ്പൊ ഏകദേശം സമയം 11 മണി കഴിഞ്ഞു. നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇനി വെറും മിനിറ്റുകൾ മാത്രം അവശേഷിച്ചിരിക്കെ നമ്മുടെ ഡെക്കറേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അച്ചാച്ചനും മക്കളൊക്കെ കൂടി ബലൂൺ വീർപ്പിക്കുന്നുണ്ട്. ബലൂൺ വീർപ്പിച്ചതിന് ശേഷം ഞാൻ അങ്ങോട്ടേക്ക് രംഗപ്രവേശനം ചെയ്യാമെന്ന് വിചാരിച്ചു. രംഗപ്രവേശനം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാനവര് അവിടെ ബലൂണൊക്കെ വീർപ്പിക്കുന്നതൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഒരു കുട്ടി വ്ളോഗാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ബാ. എന്ത് പറ്റിയ ക്ഷീണിച്ച ചെയ്യട ആമിടി പിന്നെ ഒക്കെ കഴിഞ്ഞിട്ടു ഗൂഗിൾ ചേട്ടാ ചാറ്റ് പറഞ്ഞ ചേട്ടന് ഹായ് പറയാട്ടോ. വീർപ്പിക്കാൻ കേട്ടോ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ. കുഞ്ഞിന് ഹായ് പറഞ്ഞേ. കുഞ്ഞി ഹായ്. ലല്ലപ്പ ഹായ്. ഹായ് നോക്കിയേ മോൻ നോക്കിട്ടെ. എന്തു പറ്റിയേ? ബലൂൺ പൊട്ടിയാ? പൊട്ടിയില്ല. ആ കൈ നേരിട്ട് കൊണ്ടുവന്ന് പിന്നെ എനിക്ക് വേറെ എന്താ പണി? ഞാനിങ്ങനെ പറയും, നിങ്ങൾ അങ്ങോട്ട് ചെയ്യണം. എല്ലാ പ്രാവശ്യവും നമ്മളിങ്ങനെ ആർച്ച് പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെ 7 പോലെയോ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബലൂൺ വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാറ്. ഇപ്രാവശ്യം എനിക്ക് തോന്നി ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഓരോ ബലൂണുകൾ ഇങ്ങനെ ഹാങ് ചെയ്തതാന്ന് വിചാരിച്ചു. അപ്പൊ സജോചോണം കൂടി കഴിഞ്ഞപ്പോൾ സംഭവം വളരെ പെട്ടെന്ന് നമ്മുടെ പരിപാടി അങ്ങോട്ട് തീർക്കാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ ഒരു ഭംഗി ശരിക്കും എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് രാത്രി കിടന്ന് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ഞാനിങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മുകളിൽ ഇങ്ങനെ കുറേ ബലൂൺസ്. അതിന്റെ പൊന്നെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ കാറ്റത് അത് ഇങ്ങനെ ആടിക്കളിക്കാം. എനിക്ക് തോന്നി അതിന്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു ലൈറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നേനെ എന്ന് തോന്നി. പക്ഷെ ലൈറ്റ് ഇല്ലെങ്കിലും രസമായിരുന്നു കാണാനായിട്ട്. ഞാനും സജോണം മാത്രമായിരുന്നില്ല കേട്ടോ. നമ്മുടെ പിള്ളേര് രണ്ടുപേരും നല്ല ആക്റ്റീവായിട്ട് തന്നെ ഫുൾ ഡെക്കറേഷൻ നമ്മുടെ കൂടെ നിന്നു. അപ്പൊ എനിക്ക് തോന്നി ഇനിയിപ്പോ നാളെ ഞാനില്ലെങ്കിലും ഇവരായിട്ട് ഈ വക പരിപാടികളൊക്കെയാണ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കോളും. ഇപ്പൊ ഈ ഒരു ഇൻട്രസ്റ്റ് വലുതാവുമ്പോൾ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. സാരില്ല, ഇനി എന്തായാലും ബർത്ത്ഡേകൾ ഇനി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഈ ഡിസംബർ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അടുപ്പിച്ച് ബർത്ത്ഡേസ് ആണ്. അമ്മയുടെ ബർത്ത്ഡേ കഴിഞ്ഞ് ചച്ചുവിന്റെ ഉണ്ട്, പിന്നെ അപ്പന്റെ ഉണ്ട്, ലല്ലുവിന്റെ ഉണ്ട്, കുഞ്ഞിപ്പെണ്ണിന്റെ ഉണ്ട്, ഇച്ചായന്റെ ഉണ്ട്, അപ്പുവിന്റെ ഉണ്ട്, മിലുവിന്റെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്റെ ഉണ്ട്. അങ്ങനെ അങ്ങനെ ചറപറാന്ന് അങ്ങോട്ട് പോകും. നമുക്ക് ആരെങ്കിലുമൊക്കെ ബർത്ത്ഡേ ഒക്കെ നമുക്ക് ഇന്റർ ലൈറ്റ് ഒക്കെ സെറ്റാക്കി എടുക്കാം. ഞാനും ഇച്ചാനും നമ്മൾ ചെയ്യുന്ന ഒരുവിധം എല്ലാ പരിപാടികളും നമ്മുടെ പിള്ളേരെ കൂടി നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചൊട്ടയിലേക്കും ചുടല വരെ കേട്ടിട്ടുണ്ടല്ലോ. നമ്മളവർ ഇപ്പോഴേ തന്നെ ഇതൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എന്താകുമ്പോൾ നമുക്ക് കൈ കുത്തി വെറുതെ ഇരുന്നാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും. ഇത് അപ്പൊ നമ്മുടെ പണി കുറയും. നമ്മുടെ പിള്ളേരെ ഇപ്പോഴേ പണി എടുപ്പിച്ച് തുടങ്ങി കഴിഞ്ഞാൽ. പലവരൊന്നും അല്ല കേട്ടോ, അവർക്ക് ഇഷ്ടമാണ് പരിപാടിയൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ ഒരുവിധം പരിപാടികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഞങ്ങൾക്ക് കുറെ ഐഡിയകളൊക്കെ ഉണ്ടായിരുന്നു. സഹജോടെ ഇങ്ങനെ സൈഡിലൊക്കെ ഇത് കെട്ടി തൂക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിൽക്കുമായിരുന്നു. പിന്നെ ബലൂൺ വീർപ്പിക്കാനുള്ള മടി കൊണ്ട് മാത്രം നമ്മൾ നിർത്തിയ പരിപാടി പിന്നെ ഓൾമോസ്റ്റ് 12 മണിക്ക് ആയി തുടങ്ങി. അപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കുകയാണെങ്കിൽ മതി. എൻ്റെ ഇഞ്ചിന് ചെറുതിലത്തെ ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പറയുന്ന ഒറ്റൊരു കാര്യം ഉണ്ടാവുള്ളൂ, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ആങ്ങള ഉണ്ടായില്ല എന്നുള്ളത്. പലപ്പോഴും നമുക്ക് ഒരാങ്ങള ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോയ പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ നമ്മുടെ കസിൻസ് നമ്മുടെ അടുത്ത് ഇങ്ങനെ
ഭയങ്കര കമ്പനിയായി നമ്മളുടെ ഒരു അടിച്ചുപൊളി വൈബ് വന്നപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു സങ്കടമില്ല. കാരണം നമുക്ക് എപ്പോൾ എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ ആങ്ങളമാർ ആരെങ്കിലും ഒക്കെ ഓടി പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് എത്തും. സജീവമായിട്ട് നമ്മൾ ഫസ്റ്റ് കസിൻ അല്ലെങ്കിൽ പോലും നമുക്ക് കണ്ട അന്ന് തൊട്ടേ നമ്മളൊരു ആങ്ങള പെങ്ങൾ വൈബ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സ്നേഹവും കെയറിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം അതൊന്ന് കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്ക് ജിജിനും ഭയങ്കരമായിട്ടുണ്ട്. സംശയമൊന്നുമല്ല, അതങ്ങനെ തന്നെയാണ്. കാരണം ആ സ്നേഹം കംപ്ലീറ്റ് ആയിട്ട് കൂട്ടി അങ്ങോട്ട് കൊടുത്തിരിക്കുന്നത് അളിയന്മാരുടെ അടുത്താണ്. പെങ്ങന്മാരില്ലെങ്കിലും കുഴപ്പമില്ല, അളിയന്മാരുണ്ടായാൽ മതി എന്നാണ്. അതുപോലെ തന്നെ സിജുമോനൊക്കെ ആണെങ്കിലും ഓഫ് എടുക്കുന്നത് തന്നെ അളിയൻ ഫ്രീ ആണോ നോക്കിയിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഓഫ് എടുക്കുന്നത്. ഡെക്കറേഷൻ അവസ്ഥ ഫുൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ അവിടെ ഇവിടേക്കായിട്ട് കുഞ്ഞു കുഞ്ഞു ബലൂൺസ് ചേട്ടൻ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനും ചച്ചുമോനും കുഞ്ഞിപ്പേണും കൂടി അവിടെയുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി അവിടെ നിന്ന് ഭംഗിക്കാക്കി എടുക്കാനാണ് ഞങ്ങളിപ്പോൾ തയ്യാറായിട്ടിരിക്കുന്നത്. അപ്പൊ ചച്ചുമോൻ ചൂലെടുത്ത് അടി തുടങ്ങിയിട്ടുണ്ട്. ഞാനപ്പോൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ മാറ്റി നമ്മുടെ ടീപ്പോയൊക്കെ സെറ്റ് ചെയ്തതിന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഡെക്കറേഷൻ ഫുള്ളായി കഴിയുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ടാണ് അപ്പനമ്മയും പോയി കിടന്നേക്കുന്നത്. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവരെ നമുക്ക് വിളിക്കാം. അതിന്റെ നമ്മുടെ കേക്ക് കട്ടിങ് തുടങ്ങി. എങ്ങനെയുണ്ട്? സെറ്റാണോ? ഇട്ടൊക്കെ നോക്കട്ടെ. കിട്ടി കിട്ടി. ഞാൻ വീഡിയോ എടുക്കണേ. സൂപ്പർ കളർ, എനിക്ക് ഇഷ്ടപ്പെട്ട കളർ. നമ്മളെല്ലാത്തിനും കയറി വരവള് സൂപ്പർ ആയിട്ട് ഇഷ്ടായി. അപ്പം നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ചായ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്കല്ല, ഞാൻ ചായ കുടിക്കില്ല. പിന്നെ ബാക്കിയുള്ള അംഗങ്ങൾ വീട്ടിലുണ്ടല്ലോ, അവർക്കൊക്കെ വേണ്ടി നമുക്ക് ചായ ഉണ്ടാക്കാം. അപ്പം ചായ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഡ്രസ്സ് ഇച്ചിരി ലോഹ പോലെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു, സോ ഞാൻ എടുത്തിട്ടു. നമ്മുടെ വീട്ടിലെല്ലാവരും നന്നായിട്ട് മധുരം കഴിക്കുന്നവരാണ്. സോ പഞ്ചസാരയിൽ നമുക്ക് ഒരിക്കലും പിശു കാണിക്കുക. പിശു കാണിച്ച് ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നതാണ്. അതിനൊക്കെ താഴെ തന്നെ കുറെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് സെറ്റാക്കാം. എന്തോ ഞാൻ അങ്ങനെ നമ്മുടെ ബർത്ത്ഡേകളുടെ ബർത്ത്ഡേ ഡ്രസ്സ് എടുത്തിട്ടേക്കാണ് കേട്ടോ. ഇത് അമ്മയ്ക്ക് അപ്പൻ ബർത്ത്ഡേക്ക് വാങ്ങിച്ചെടുത്താണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ കോടിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതിട്ടിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്കും നമുക്ക് നോമ്പായ കാരണം ചിക്കൻ മീൻ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല, നോണായിട്ടൊന്നുമില്ല. പക്ഷേ മന്തി റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാണ്. ഞാനും സജോച്ചേട്ടനും കൂടിയിട്ട്. പിള്ളേരെ നമ്മൾ മയക്കി കെടുത്തിട്ടുണ്ട്. കെടുത്തല്ല, റൂമിലിരിക്കുന്നുണ്ട്, പൂട്ടിയിട്ടിരിക്കുക. ചിഞ്ചും പിള്ളേരൊക്കെ കൂടി റൂമിൽ അടിച്ചു വിളിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് വാങ്ങിച്ചിട്ട് വരാം. ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് വൈബ് വീട്ടിൽ മാത്രമല്ലല്ലോ, കടകളും വളരെ ഗംഭീരമായി നടക്കുന്നുണ്ട്. അപ്പൊ വേഗം ചടപടയെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വേഗം അവൻ ഇറങ്ങി. ഇപ്പൊ വരണ വഴിക്ക് നമ്മുടെ സെന്റ് മേരീസ് സ്കൂൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റ് തോന്നി. എല്ലാവരും റിയാക്ഷൻ എടുത്തോളൂ. പിന്നെ എന്റെ റിയാക്ഷൻ ഞാൻ കാണിക്കാം. മണം വരില്ലേ? പറയും മണം വരുന്നുണ്ടെന്ന് പറ. ശരിക്കും മന്തി സ്മെല്ല് വെച്ചിട്ടാ.
പച്ചമുളക് അങ്ങനെ കൊടുക്കണം. പട്ടി കളഞ്ഞ പപ്പടുണ്ട്. മമ്മി കസാരയിലിരുത്തിയാണ് ഞാൻ പിള്ളേർക്ക് ഇത് തരും അതാ മമ്മിക്കാണോ? അപ്പൊ ഇത് നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ പായസമാണ് കേട്ടോ. മന്തി റൈസ് ഞാൻ ഉണ്ടാക്കിയപ്പോ പായസം ചിരിച്ചുണ്ടാക്കി. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. നമ്മുടെ കുട്ടി വ്ളോഗാണ് ഉദ്ദേശിച്ചത്, നീണ്ടു പോയോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ പലരും ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. ഞാൻ ചെറിയൊരു കാര്യം ആഡ് ചെയ്യുന്നുണ്ട്. അതായത് പലരും ഇങ്ങനെ പറയും, എന്തിനാണ് ഈ ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്, വെഡിങ് ആനിവേഴ്സറി എന്തിനാ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണേ, അതൊക്കെ ഇങ്ങനെ ചോദിച്ചു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രയ്ക്കേ ഉള്ളൂ. നമുക്ക് ഈ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത മിനിറ്റ് നമുക്ക് ഉണ്ടാവൂല്ലേ എന്ന് അറിഞ്ഞൂടാ. ഈ അടുത്ത മിനിറ്റിനെ പറ്റി ഡൗട്ടുള്ള നമ്മൾ എങ്ങനെ അടുത്ത വർഷം നമ്മൾ ഉണ്ടാവൂല്ലേ എന്ന് അറിയാണ്ട്. അപ്പോൾ ഈ ഓരോ മിനിറ്റും നമുക്ക് ഭയങ്കര വാല്യൂ ഉള്ളൊരു സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷം നമുക്ക് തമ്പുരാൻ തന്നു എന്നൊരു സന്തോഷം, ആ ഒരു സന്തോഷമാണ് നമ്മളിങ്ങനെ ചെറിയ ചെറിയ സെലിബ്രേഷൻസ് ആയിട്ട് നമ്മൾ കണക്കൂട്ടുന്നത്. അപ്പോൾ കേക്ക് മുറിക്കുക, അതിൻ്റെ ഒരു സന്തോഷത്തിനായിട്ട് നമ്മൾ കേക്ക് മുറിക്കുക, എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, പായസം വെക്കുക, ഇതൊക്കെ അതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറുതിൽ എനിക്ക് ചെറിയൊരു ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറിയിൽ എനിക്ക് അറിയാവുന്ന ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഞാനിങ്ങനെ എഴുതി വയ്ക്കും. എന്നിട്ട് ഞാൻ അവരെ ആ ഡേറ്റിൽ ഞാൻ അവരെ വിഷ് ചെയ്യും. അത് ഞാൻ ചെറുതിലേ തൊട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ബർത്ത്ഡേ വിഷ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമുള്ള കാര്യം. പ്രത്യേകിച്ച് എൻ്റെ ബർത്ത്ഡേ കാര്യങ്ങൾ ഓർത്ത് വിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ എനിക്ക് അത് മതി. പ്രത്യേകിച്ച് ഗിഫ്റ്റ് ഒന്നും തന്നെ കുഴപ്പമില്ല, ഓർത്ത് വിഷ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര സംഭവമാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്ന് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ഒക്കെ നമ്മളൊന്ന് ഓർത്ത് ഒന്ന് വിഷ് ചെയ്യുക, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ കുഞ്ഞിതായിട്ടെങ്കിലും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുക. അതൊക്കെ ഭയങ്കര മെമ്മറിയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു. ചേട്ടാ ടാറ്റ പറഞ്ഞ ചേട്ടന് ഹായ് പറയാട്ടോ. കുഞ്ഞിന് ഹായ് പറഞ്ഞേ. കുഞ്ഞി ഹായ്. ലല്ലപ്പ ഹായ്. സമയം 11 മണി കഴിഞ്ഞു. നമ്മള് കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇനി വെറും മിനിറ്റുകൾ മാത്രം അവശേഷിച്ചിരിക്കുന്നു. ശരിക്കും മന്തി സ്മെല്ല് വെച്ചിട്ടാ